നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് 2023 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. 2023 ഒക്ടോബർ മാസത്തെ സുപ്രധാനമായ കറണ്ട് അഫയേഴ്സിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നത്. അതിലാദ്യത്തെ ചോദ്യം ഇതാണ്: 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് എന്ത് എന്നതാണ് ചോദ്യം. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പേരാണ് തേജ്. അതിതീവ്രമായ ഈ ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയ രാജ്യമാണ് ഇന്ത്യ. തേജ് എന്ന പേര് ഈ ചുഴലിക്കാറ്റിന് നൽകിയ രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം: 2023 സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ വേദി ഏതായിരുന്നു എന്നതാണ് ചോദ്യം. 2023 സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ വേദിയായിരുന്നു തൃശ്ശൂർ കുന്നംകുളം. അടുത്ത ചോദ്യം: 2023 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3-ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാട് ജില്ലയാണ്. അടുത്ത ചോദ്യം: ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് അരിന്ദം ബാഗ്ചി. യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം 2023 മരണാനന്തര ബഹുമതിയായി ലഭിച്ച വ്യക്തിയുടെ പേരാണ് മഹ്സ അമീനി. യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം 2023 മരണാനന്തര ബഹുമതിയായി ലഭിച്ച വ്യക്തിയുടെ പേരാണ് മഹ്സ അമീനി. ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച മഹ്സ അമീനി ഈ പ്രക്ഷോഭത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം 2023 മരണാനന്തര ബഹുമതിയായി മഹ്സ അമീനി എന്ന ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച വ്യക്തിക്ക് നൽകി ആദരിച്ചത്. 2023 ഒക്ടോബർ 20 100-ാം പിറന്നാൾ ആഘോഷിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ പേരാണ് VS അച്യുതാനന്ദൻ. 2023 ഒക്ടോബർ 20 100-ാം പിറന്നാൾ ആഘോഷിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ഒരു സമര നൂറ്റാണ്ട്. VS അച്യുതാനന്ദൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ഒരു സമര നൂറ്റാണ്ട്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ്റെ പേരാണ് MT വാസുദേവൻ നായർ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ്റെ പേരാണ് MT വാസുദേവൻ നായർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ഒക്ടോബറിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസത്തിൻ്റെ പേരാണ് സാഗർ കവച് എന്നത്. 2023 ഒക്ടോബറിൽ കിഴക്കൻ തീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസത്തിൻ്റെ പേരാണ് സാഗർ കവച് എന്നത്. അടുത്ത ചോദ്യം: കിൻഫ്രയുടെ ആദ്യ സ്പേസ് പാർക്ക് നിലവിൽ വരുന്ന ജില്ലയുടെ പേരാണ് ഇടുക്കി. ഇടുക്കിയിലെ തുടങ്ങനാട് എന്ന സ്ഥലത്താണ് കിൻഫ്രയുടെ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത്. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂഹി എന്ന ആനയാണ്. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂഹി എന്ന ആനയാണ്. വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാഞ്ചിയാണ്. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂഹി എന്ന ആനയാണ്. സഹകരണ ബാങ്കിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക് എന്നത്. സഹകരണ ബാങ്കിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് കോ ബാങ്ക്. അടുത്തിടെ ബതുക്കമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഒരു ഉത്സവമാണ് ബതുക്കമ്മ ഫെസ്റ്റിവൽ. അടുത്ത ചോദ്യം: ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യമാണ് ഇസ്രായേൽ.
ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. വേദി ഈജിപ്റ്റാണ്. ഈജിപ്തിൽ വച്ചാണ് ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുന്നത്. 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അയോധ്യയാണ്. 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് അയോധ്യ. അടുത്ത ചോദ്യം, ഇൻ്റർനെറ്റിൻ്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇ മോചൻ. ഇൻ്റർനെറ്റിൻ്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇ മോചൻ. അടുത്ത ചോദ്യം, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമയുടെ പേരാണ് ഗഡ്കരി. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമയുടെ പേരാണ് ഗഡ്കരി. 2023 ലോകത്തിലെ ഏറ്റവും മികച്ച പുരുഷ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. 2023 ലോകത്തിലെ മികച്ച പുരുഷ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് നീരജ് ചോപ്ര. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇന്ത്യ ശ്രീലങ്ക ഫെറി സർവീസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് നാഗപട്ടണം, കങ്കാസൻ, തുറൈ എന്നീ സ്ഥലങ്ങൾ. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇന്ത്യ ശ്രീലങ്ക ഫെറി സർവീസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് നാഗപട്ടണം, കങ്കാസൻ, തുറൈ എന്നീ സ്ഥലങ്ങൾ. കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ്, അതായത് കേരളം സ്വന്തമായിട്ടൊരു വൈൻ ബ്രാൻഡ് നിശ്ചയിച്ചു. അതിൻ്റെ പേരാണ് നിള എന്നത്. അടുത്ത ചോദ്യം, അമൃത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൊച്ചി കോർപ്പറേഷൻ്റെ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നിലവിൽ വന്നത് എവിടെയാണ് എന്നതാണ് ചോദ്യം. അമൃത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൊച്ചി കോർപ്പറേഷൻ്റെ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നിലവിൽ വന്നത് ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരം നമുക്കറിയാം മാലിന്യ കേന്ദ്രമാണ് എന്നൊക്കെ നമുക്കറിയാം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 300 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 300 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്? ഗോവ സംസ്ഥാനത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്. അടുത്ത ചോദ്യം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരാണ് NV കൃഷ്ണ വാര്യർ മന്ദിരം. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം എന്നും ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലും ആണ്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. അടുത്ത ചോദ്യം, 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനമാണ് 111. 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനമാണ് 111. കഴിഞ്ഞ വർഷം ഇത് 107ാമത് സ്ഥാനമായിരുന്നു. പോഷകാഹാരക്കുറവ്, ശിശു മരണനിരക്ക്, ശരീരശോഷണം, വരൾച്ച, മുരടിപ്പ് എന്നീ സൂചകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ സൂചിക തയ്യാറാക്കുന്നത്. പോഷകാഹാരക്കുറവ്, ശിശു മരണനിരക്ക്, ശരീരശോഷണം, വരൾച്ച, മുരടിപ്പ് എന്നീ സൂചകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ സൂചിക തയ്യാറാക്കുന്നത്. ഈ സൂചിക പ്രകാരം കഴിഞ്ഞ വർഷം 107ാമത് സ്ഥാനത്തായിരുന്നു ഇന്ത്യ. എന്നാൽ 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം 111ആണ്. അടുത്ത ചോദ്യം, സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടന്നത് എന്നാണ് എന്നുള്ളതാണ്. ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടന്നത് 2023 ഒക്ടോബർ 21 തീയതിയാണ്.
മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ എന്നത്. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദിയാണ് ജർമ്മനി. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദിയാണ് ജർമ്മനി. 2023 ഒക്ടോബറിൽ മമ്മൂട്ടിയുടെ ചിത്രമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. 2023 ഒക്ടോബറിൽ മമ്മൂട്ടിയുടെ ചിത്രമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനി സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ്റെ പേര് ആണ് അഗസ്റ്റിൻ ജോസഫ്. അമേരിക്കയിൽ വിമാന നിർമ്മാണ കമ്പനി സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യനാണ് അഗസ്റ്റിൻ ജോസഫ്. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയുടെ പേരാണ് യോഗ്യ എന്നത്. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയാണ് യോഗ്യ എന്ന പദ്ധതി. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ഏതു രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയാണ് സ്വവർഗ വിവാഹത്തിന് അനുമതി നിഷേധിച്ചത് എന്നതായിരുന്നു ചോദ്യം. ഇന്ത്യയാണ് സ്വവർഗ വിവാഹത്തിന് അനുമതി നിഷേധിച്ചത്. 2023 ഒക്ടോബറിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി നിഷേധിച്ച രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ജപ്പാൻ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ജപ്പാനാണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2023 ഒക്ടോബറിൽ ലോക മൃഗാരോഗ്യ സംഘടന പക്ഷിപ്പനി മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. 2023 ഒക്ടോബറിൽ ലോക മൃഗാരോഗ്യ സംഘടന പക്ഷിപ്പനി മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലൂ പ്രിൻ്റ് എന്നത്. 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലൂ പ്രിൻ്റ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുവാൻ അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുവാൻ അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, യുവാക്കളുടെ നേതൃശേഷി വികസിപ്പിച്ച് അവസരങ്ങൾ ഒരുക്കുന്നതിന് നിലവിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനമാണ് മേര യുവ ഭാരത് അഥവാ മൈ ഭാരത്. യുവാക്കളുടെ നേതൃത്വശേഷി വികസിപ്പിച്ച് അവസരങ്ങൾ ഒരുക്കുന്നതിന് നിലവിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനമാണ് മേര യുവ ഭാരത്. 14ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുഞ്ചാക്കോ ബോബൻ, സിനിമ അറിയിപ്പ്, എന്നാത്താൻ കേസുകൊട് എന്നിവയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ജു വാര്യർ, എന്നാത്താൻ കേസുകൊട്. സംവിധായകൻ മഹേഷ് നാരായണൻ ആണ്. അറിയിപ്പ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുഞ്ചാക്കോ ബോബൻ, സിനിമ എന്നാത്താൻ കേസുകൊട്. മികച്ച നടി മഞ്ജു വാര്യർ, സംവിധായകൻ മഹേഷ് നാരായണൻ. അടുത്ത ചോദ്യം, റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കാൻ റോഡ് സുരക്ഷാ അതോറിറ്റി തീരുമാനിച്ചത് 2023 നവംബർ 1 മുതൽ 2024 ഒക്ടോബർ 31 വരെയാണ്. കേരളത്തിലെ ആദ്യ ടൂറിസം സിനിമാ കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായണിയിലെ കിരീടപ്പാലം എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായണി എന്ന സ്ഥലത്താണ്. കിരീടപ്പാലം എന്നതാണ് സ്ഥലം. ISROയുടെയും വിജ്ഞാൻ ഭാരതിയും ചേർന്ന് സ്പേസ് ഓൺ വീൽസ് പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ISROയും വിജ്ഞാൻ ഭാരതിയും ചേർന്ന് സ്പേസ് ഓൺ വീൽസ് പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് 28ാമത് ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള കിം ജിസോക്ക് പുരസ്കാരം നേടിയ ചിത്രത്തിൻ്റെ പേരാണ് പാരഡൈസ് എന്നത്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് നടന്ന 28ാമത് ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള കിം ജിസോക്ക് പുരസ്കാരം നേടിയ ചിത്രമാണ് പാരഡൈസ്. സംവിധായകൻ പ്രസിദ്ധ ശ്രീലങ്കൻ ചലച്ചിത്രകാരനായ പ്രസന്ന വിത്താനകെ. അടുത്ത ചോദ്യം, MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് ഇ-സാക്ഷി. MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ആണ് ഇ-സാക്ഷി.
ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകാർക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യ ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകാർക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യ ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. അടുത്ത ചോദ്യം, ലോക ബാഡ്മിൻ്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ജോഡിയാണ് സാത്വിക് സായി രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി എന്നിവർ ലോക ബാഡ്മിൻ്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ജോഡിയാണ്. 2023 ഒക്ടോബറിൽ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ നിലവിൽ വന്ന രാജ്യമാണ് വിയറ്റ്നാം. 2023 ഒക്ടോബറിൽ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ നിലവിൽ വന്ന രാജ്യമാണ് വിയറ്റ്നാം. കേരള സാമൂഹിക നീതി വകുപ്പിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് എച്ച് ദിനേശ്. കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് എച്ച് ദിനേശ്. വിദ്യാർത്ഥികൾക്കായി ജെ ഗുരുജി ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വിദ്യാർത്ഥികൾക്കായി ജെ ഗുരുജി ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച ഫിൻലാൻഡ് മുൻ പ്രസിഡന്റും 2008 സമാധാന നോബൽ ജേതാവുമായ വ്യക്തിയുടെ പേരാണ് മാർട്ടി അഹ്തിസാരി. 2023 ഒക്ടോബറിൽ അന്തരിച്ച ഫിൻലാൻഡ് മുൻ പ്രസിഡന്റും 2008 സമാധാന നോബൽ ജേതാവുമായ വ്യക്തിയുടെ പേരാണ് മാർട്ടി അഹ്തിസാരി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ. 2023 ഒക്ടോബറിൽ ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര കാർട്ടൂൺ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ മലയാളിയാണ് രജീന്ദ്രകുമാർ. 2023 ഒക്ടോബറിൽ ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര കാർട്ടൂൺ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ മലയാളിയുടെ പേരാണ് രജീന്ദ്രകുമാർ. അടുത്ത ചോദ്യം, സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനമാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനമാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത യുഎസ് കവയിത്രിയും 2020 സാഹിത്യ നോബൽ ജേതാവുമായ വ്യക്തിയാണ് ലൂയിസ് ഗ്ലിക്ക്. 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത യുഎസ് കവയിത്രിയും 2020 സാഹിത്യ നോബൽ ജേതാവുമായ വ്യക്തിയാണ് ലൂയിസ് ഗ്ലിക്ക്. അടുത്ത ചോദ്യം, 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് മുംബൈ. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് മുംബൈ. അടുത്ത ചോദ്യം, 2023 ഫോബ്സ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളിയാണ് എം.എ. യൂസഫ് അലി. 2023 ഫോബ്സ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളിയാണ് എം.എ. യൂസഫ് അലി. കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം.എസ്. ഗിൽ. 2023 അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം.എസ്. ഗിൽ. 2023 ഒക്ടോബറിൽ വിജയ്പൂർ ഔറയ്യ ഫുൽപൂർ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2023 ഒക്ടോബറിൽ വിജയ്പൂർ ഔറയ്യ ഫുൽപൂർ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ ഒളിമ്പിക് കമ്മിറ്റിയെ ആണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? ഏത് രാജ്യത്തിൻ്റെ ഒളിമ്പിക് കമ്മിറ്റിയെ ആണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? ഉത്തരം റഷ്യ. 2023 ഒക്ടോബറിൽ അന്തരിച്ച മുൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് എം.എസ്. ജോസഫ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച മുൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് എം.എസ്. ജോസഫ് എന്നത്. അടുത്ത ചോദ്യം, 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായുള്ള 2023 സത്യജിത്ത് റായ് ആജീവനാന്ത പുരസ്കാരം നേടിയ ഹോളിവുഡ് താരമാണ് മൈക്കൽ ഡഗ്ലസ്. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായുള്ള 2023 സത്യജിത്ത് റായ് ആജീവനാന്ത പുരസ്കാരം നേടിയ ഹോളിവുഡ് താരമാണ് മൈക്കൽ ഡഗ്ലസ്. അമേരിക്കൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമാണ് മൈക്കൽ ഡഗ്ലസ്. 2023 ഒക്ടോബറിൽ സ്വിച്ച്
ത്യോഹാർ സ്വസ്ത് ത്യോഹാർ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2023 ഒക്ടോബറിൽ സ്വച്ഛ് ത്യോഹാർ സ്വസ്ഥ ത്യോഹാർ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പുരസ്കാരം ലഭിച്ച കൃതി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പിക്ക് 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചു. അടുത്ത ചോദ്യം, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച നാരി ശക്തി പുരസ്കാര ജേതാവും 96 വയസ്സിൽ സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 1ാം റാങ്കും നേടിയ വനിതയാണ് കാർത്യായനി അമ്മ. 2023 ഒക്ടോബറിൽ അന്തരിച്ച നാരി ശക്തി പുരസ്കാര ജേതാവും 96 വയസ്സിൽ സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 1ാം റാങ്കും നേടിയ വനിതയാണ് കാർത്യായനി അമ്മ. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു കാർത്യായനിയമ്മ. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുമാണ് കാർത്യായനിയമ്മ. 2028 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്നത് അയർലൻഡാണ്. 2028 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്നത് അയർലൻഡും UK ആണ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദിയാണ് ജർമ്മനി. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദിയാണ് ജർമ്മനി. ബംഗാൾ ഗവർണറുടെ ബംഗഭാരത് സമ്മാൻ 2023 പുരസ്കാര ജേതാവാണ് MK സാനു. ബംഗാൾ ഗവർണറുടെ ബംഗഭാരത് സമ്മാൻ 2023 പുരസ്കാര ജേതാവാണ് MK സാനു. 2023 ഒക്ടോബറിൽ ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗംഗ ഡോൾഫിനാണ്. പ്ലാറ്റാനിസ്റ്റ ഗാജറ്റിക്ക എന്നതാണ് ഗംഗ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. 2023 ഒക്ടോബറിൽ ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ചത് ഗംഗ ഡോൾഫിനെയാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബാലിക ദിനമായി ആചരിച്ചത് എന്നാണ്? ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലിക ദിനമായി ആചരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം ഏത് എന്നതാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടമാണ് അമേസ് 28. അമേസ് 28 ആണ് കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം. കെട്ടിടം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ശക്തി. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ശക്തി. അടുത്ത ചോദ്യം, പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. അടുത്ത ചോദ്യം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശ്രേഷ്ഠ. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഒക്ടോബർ 8. അടുത്ത ചോദ്യം, നോർത്ത് അമേരിക്കയിലെ ആദ്യ ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൂസ്റ്റണിലാണ് നോർത്ത് അമേരിക്കയിലെ ആദ്യ ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്ര ഗ്രാമം പദ്ധതി. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്ര ഗ്രാമം പദ്ധതി. അടുത്ത ചോദ്യം, ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കുന്നത്. ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 9. 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത്.
1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത്. ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഒക്ടോബർ 10. ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഒക്ടോബർ 10. ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിതയുടെ പേരാണ് ഷാലിസ ധാമി. ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിതയുടെ പേരാണ് ഷാലിസ ധാമി. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യമാണ് UAE. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യമാണ് UAE. 2023 അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസിൻ്റെ വേദിയാണ് ജയ്പൂർ. 2023 അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസിൻ്റെ വേദിയാണ് രാജസ്ഥാനിലെ ജയ്പൂർ. അടുത്ത ചോദ്യം, വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ S. സോമനാഥ് ആണ്. വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ S. സോമനാഥ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഉൾപ്പെടുത്തിയ വാക്കാണ് ലിംഗനീതി എന്നത്. കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരമായി ഉൾപ്പെടുത്തിയ വാക്കാണ് ലിംഗനീതി എന്ന വാക്ക്. അടുത്ത ചോദ്യം, സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്ന്. സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13 കേരളത്തിൻ്റെ കായിക പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൻ്റെ കായിക പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആയി ചുമതലയേൽക്കുന്ന വ്യക്തിയുടെ പേരാണ് യോഗേഷ് ഗുപ്ത. കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുന്ന വ്യക്തിയുടെ പേരാണ് യോഗേഷ് ഗുപ്ത. ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് സ്ഥാപനവുമായാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് സ്ഥാപനവുമായാണ് കരാർ ഏർപ്പെട്ടിരിക്കുന്നത്? ഉത്തരം റിലയൻസ്. റിലയൻസ് ജിയോ മാർട്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പേരാണ് MS ധോനി. റിലയൻസ് ജിയോ മാർട്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് MS ധോനി. അടുത്ത ചോദ്യം, പാലസ്തീനിലെ നിലവിലെ ഇന്ത്യൻ അംബാസിഡറുടെ പേരാണ് അദ്നാൻ അബു അൽ ഹൈജ. പാലസ്തീനിലെ നിലവിലെ ഇന്ത്യൻ അംബാസിഡറുടെ പേരാണ് അദ്നാൻ അബു അൽ ഹൈജ. ലെക് ലഡ്കി പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാന സർക്കാരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മഹാരാഷ്ട്ര. ലെക് ലഡ്കി എന്ന പദ്ധതിക്ക് അംഗീകാരം നൽകിയ സംസ്ഥാന സർക്കാരാണ് മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺ ലൈറ്റ്. സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ മൂൺ ലൈറ്റ്. പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാണ്. പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാണ്. IMFൻ്റെയും ലോകബാങ്കിൻ്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് മൊറോക്കോ. IMFൻ്റെയും ലോകബാങ്കിൻ്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് മൊറോക്കോ. മൊറോക്കോയാണ് 2023 IMFൻ്റെയും ലോകബാങ്കിൻ്റെയും വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസെല്ലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് തിരുവനന്തപുരം. 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസെല്ലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഏകീകരണം പൂർണ്ണമായി നടപ്പാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഖാദർ കമ്മിറ്റി. കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഖാദർ കമ്മിറ്റി. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. 2023 ഒക്ടോബറിൽ
ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ജാതി സെൻസസ് നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് കൊച്ചി. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് കൊച്ചി. 2023 ഒക്ടോബറിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ്റെ പേരാണ് ടി ശോഭീന്ദ്രൻ. 2023 ഒക്ടോബറിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ്റെ പേരാണ് ടി ശോഭീന്ദ്രൻ. 2007 കേന്ദ്ര സർക്കാരിൻ്റെ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയും ടി ശോഭീന്ദ്രൻ ആണ്. 2007 കേന്ദ്ര സർക്കാരിൻ്റെ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയും ശ്രീ ടി ശോഭീന്ദ്രൻ ആണ്. അടുത്ത ചോദ്യം, കൊൽക്കത്ത സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി ചുമതലയേൽക്കുന്നത് സുരേഷ് ഗോപിയാണ്. കൊൽക്കത്ത സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി ചുമതലയേൽക്കുന്നത് സുരേഷ് ഗോപിയാണ്. 141ാമത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയാകുന്ന നഗരമാണ് മുംബൈ. 141ാമത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയാകുന്ന നഗരമാണ് മുംബൈ. നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? ഇസ്രായേലും ഹമാസും തമ്മിലാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹമാസ്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹമാസ്. ഹമാസിൻ്റെ സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ സൈനിക നടപടി അറിയപ്പെട്ട പേരാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഇസ്രായേലിൻ്റെ സൈനിക നടപടിയാണ്, അതായത് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിനെതിരായിട്ട് ഇസ്രായേൽ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണ് അയൺ സ്വോർഡ്സ്. അയൺ സ്വോർഡ്സ്, അയൺ സ്വോർഡ്സ്. അടുത്ത ചോദ്യം, ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത തമിഴ്നാട്ടിലെ കോളേജിൻ്റെ പേരാണ് അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തഞ്ചാവൂർ. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത തമിഴ്നാട്ടിലെ കോളേജിൻ്റെ പേരാണ് അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തഞ്ചാവൂർ. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിങ്ങിന് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പൊന്മുടിയാണ്. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പൊന്മുടിയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി. ആദ്യമായാണ് ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് കേരളം വേദിയാകുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ ആയിരുന്നു ചൈനയുടെ ഷെൻഹുവ 15 എന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്ക് കപ്പലിൻ്റെ പേരാണ് ചൈനയുടെ ഷെൻഹുവ 15 എന്നത്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എറണാകുളമാണ്. കൊച്ചി ആണ് ഈ ശാസ്ത്ര സാങ്കേതിക കോൺഗ്രസിൻ്റെ വേദി. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലെ പുതുവൈപ്പിനിലാണ്. കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലെ പുതുവൈപ്പിനിലാണ്. അടുത്ത ചോദ്യം, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800 അഥവാ 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉമീദ്. വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉമീദ്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അന്നു റാണി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അന്നു റാണി. അടുത്ത ചോദ്യം, വായു ഗുണനിലവാരം നിരീക്ഷിക്കാൻ ഗ്രീൻ വാർ റൂം ആരംഭിച്ച നഗരമാണ് ഡൽഹി. വായു ഗുണനിലവാരം നിരീക്ഷിക്കാൻ ഗ്രീൻ വാർ റൂം ആരംഭിച്ച നഗരമാണ് ഡൽഹി. അടുത്ത ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരമാണ് മുഹമ്മദ് അഫ്സൽ. 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരമാണ് മുഹമ്മദ് അഫ്സൽ. അടുത്ത ചോദ്യം, വിജയപുരം വിമാനത്താവളം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടക സംസ്ഥാനത്തിൽ നിലവിൽ വരുന്ന പുതിയ വിമാനത്താവളത്തിൻ്റെ പേരാണ് വിജയപുരം വിമാനത്താവളം. അടുത്ത ചോദ്യം,
2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് പാരുൾ ചൗധരി. 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരിയുടെ പേരാണ് പാരുൾ ചൗധരി. 2024 ജനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയാകുന്ന നഗരമാണ് ഉത്തർപ്രദേശ്. ലക്നൗ ആണ് ഈ വേദിയാകുന്ന സ്ഥലം. 2024 ജനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയാകുന്നത് ഉത്തർപ്രദേശ് ലക്നൗ ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റാസി ജില്ലയിലാണ്. ജമ്മുവിലെ റാസി ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത്. 2030 ഫിഫ പുരുഷ ലോകകപ്പിന് വേദിയാകുന്ന സ്ഥലമാണ് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ. 2030 ഫിഫ പുരുഷ ലോകകപ്പ് വേദിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ്. അടുത്ത ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി കരസ്ഥമാക്കിയ മലയാളി താരമാണ് എം ശ്രീശങ്കർ. 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരത്തിൻ്റെ പേരാണ് എം ശ്രീശങ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടിൻ്റെ പേരാണ് ഇന്ദ്ര. കേരള ജലഗതാഗത വകുപ്പാണ് ഈ ബോട്ട് പുറത്തിറക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടിൻ്റെ പേരാണ് ഇന്ദ്ര. ഇത് പുറത്തിറക്കുന്നത് 2023 ഒക്ടോബറിലാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേര് എന്ത് എന്നതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരാണ് വയനാടൻ തീക്കറുമ്പൻ തുമ്പി. വയനാടൻ തീക്കറുമ്പൻ തുമ്പിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി. പേര് ഒരിക്കൽ കൂടി, വയനാടൻ തീക്കറുമ്പൻ തുമ്പി. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ. അടുത്ത ചോദ്യം, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരാണ് സ്പേസ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് സ്പേസ്. അടുത്ത ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്ററിൽ വെങ്കലം കരസ്ഥമാക്കിയ മലയാളി താരമാണ് ജിൻസൺ ജോൺസൺ. 2023 ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്ററിൽ വെങ്കലം കരസ്ഥമാക്കിയ മലയാളി താരമാണ് ജിൻസൺ ജോൺസൺ. അടുത്ത ചോദ്യം, അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് കേരളം. അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി ആചരിച്ച മൃഗം അല്ലെങ്കിൽ അംഗീകരിച്ച മൃഗം ഏതാണ് എന്നതാണ് ചോദ്യം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗമാണ് മിഥുൻ. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന സങ്കരയിനം കാട്ടുപോത്തിൻ്റെ പേരാണ് മിഥുൻ. അടുത്ത ചോദ്യം, ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്ന ദിനം. സംസ്ഥാന ഗജദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 4. സംസ്ഥാന ഗജദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 4. അടുത്ത ചോദ്യം, ലോക മൃഗക്ഷേമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 4 ലോക മൃഗക്ഷേമ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 2. ഇതേ ദിവസം തന്നെയാണ് ഗാന്ധി ജയന്തി ദിനവും ആചരിക്കുന്നത്. ലോക വയോജന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ മാസം 1 തീയതിയാണ്. ലോക വയോജന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ മാസം 1 തീയതിയാണ്. ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്